നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ? അതേപോലെ തന്നെ നമുക്കതിൽ നിന്ന് കുറച്ച് ഏർണിങ്സ് കൂടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അടിപൊളിയാവൂലേ? അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സാധിക്കുക, അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഏർണിങ്സ് ലഭിക്കുക, അതിന് എന്തൊക്കെ ക്രൈറ്റീരിയയാണ് യൂട്യൂബിലുള്ളത് എന്നൊക്കെയാണ് ഞാനിന്ന് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലൊന്നും വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു മാസം 10,000 രൂപയോളം നമുക്ക് ഈസി ആയിട്ട് സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ കഴിയുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും ബെറ്റർ. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തെടുക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഏർണിങ്സ് ലഭിക്കും. അപ്പോൾ ഈ ഏർണിങ്സ് അല്ല, ഇതിൽ കൂടുതൽ ലഭിക്കും. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കട്ടയ്ക്ക് തന്നെ ഒപ്പം നിൽക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അതിന് നമുക്ക് ഇമെയിൽ ID അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോകേണ്ടതുണ്ട്. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു ഇമെയിൽ ID വെച്ച് ഈ യൂട്യൂബ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ പേര് നിങ്ങൾക്ക് മുകളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളതിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് യുവർ ഫോട്ടോ ടേക്ക് ന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലായിട്ട് വെക്കാൻ സാധിക്കും. അപ്പം ഞാൻ അത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിലെന്തായാലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് പ്രൊഫൈലിൽ സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും. നിങ്ങളുടെ ചാനൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നിങ്ങൾ എന്ത് കണ്ടൻറ്റാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടൻറ്റാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇടുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ആ കണ്ടൻറ്റ് പരമായ ഒരു പേര് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ആദ്യം കൊടുക്കുക. ഞാൻ യൂട്യൂബ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ടിപ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. ഞാനത് കൊടുത്തിട്ട് നേരെ സേവ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ കൊടുക്കേണ്ടത് ഹാൻഡിൽ നെയിമാണ്. ഹാൻഡിൽ നെയിം നിങ്ങൾ കൊടുത്ത അതേ സംഗതി തന്നെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാൻ സാധിക്കും. ഞാനിവിടെ ഷാനു എന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇമെയിൽ IDയുടെ പേര് അതാണ്. അപ്പം ഷാനു എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഈ ഹാൻഡിൽ നെയിമിൽ ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാൻഡിൽ നെയിം യൂസ് ആവുന്നതല്ല. അപ്പോൾ ഞാൻ ഈ ഹാൻഡിൽ നെയിമിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 21 എന്ന് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ശരിയായിട്ടില്ല. ഞാൻ ഒരു 1 കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ഒരു അക്കം കൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ ടിക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതും സേവ് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ നമുക്ക് താഴെ കാണാൻ സാധിക്കും ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇതിനു മുന്നേ നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്. ഡിഫറെൻറ്റ് നെയിം കൊടുക്കുവാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതോട് കൂടിയിട്ട് ഇവിടെ എൻ്റെ ചാനൽ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ചാനൽ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാവുന്നതാണ്. ഷോർട്സ് വേണമെങ്കിൽ ഷോർട്സ്, അതേപോലെ തന്നെ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ്, ഇതൊക്കെ നമുക്ക് ഇട്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇട്ട് തുടങ്ങി നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ ഗ്രോ ആയിട്ട് വരികയും അതേപോലെ യൂട്യൂബിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഏർണിങ്സ് കിട്ടി തുടങ്ങണമെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ എനേബിൾ ആകണം. ഈ മോണിറ്റൈസേഷൻ എനേബിൾ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1000 സബും അതേപോലെ തന്നെ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആകേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ്.